നമുക്കിന്ന് ഒരു പ്രത്യേക അതിഥിയുണ്ട്. മുനമ്പം സമരത്തിൻ്റെ മുന്നണി പോരാളിയായ റോയ് കുരിശിങ്കൽ. അദ്ദേഹം അവിടുത്തെ ഈ സമരമൊക്കെ നടത്തുന്ന പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകുന്ന സൂര്യ ക്ലബിൻ്റെ പ്രവർത്തകനുമാണ്. അവർ അടുത്ത കാലത്തൊരു നാടകം അവിടെ അവതരിപ്പിച്ചിരുന്നു, ദൈവനാമത്തിൽ ഒരു ചതി എന്ന് പറഞ്ഞ് ഈ മുനമ്പം പ്രക്ഷോഭത്തിനെ പറ്റി. നമസ്കാരം. നമസ്കാരം സർ. ഈ രാഷ്ട്രീയക്കാർ പൊതുവെ ഏത് സമരത്തിൻ്റെ ഉള്ളിൽ കയറിയാലും പല ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത കാലത്ത് PV അൻവർ ഈ മുനമ്പം പ്രക്ഷോഭ രംഗത്തെത്തിയിരുന്നു. അത് കുറച്ച് ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായതായിട്ട് കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ വാസ്തവം? പൊതുവേ രാഷ്ട്രീയക്കാർ മുനമ്പം സമരം അവരുടെ റീച്ച് കൂട്ടാനുള്ളൊരു പദ്ധതിയായിട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നതെന്ന് ഈ 106 ദിവസത്തെ സമരത്തിൽ നിന്നും അവിടുത്തെ നിവാസി എന്ന നിലയിലും പലപ്പോഴും സമരമുഖത്ത് നിന്നിട്ട് ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സാറ് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. അൻവർ വരുന്നത് എങ്ങനെയാണെന്ന് പോലും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അറിയിപ്പും ഉണ്ടായിരുന്നില്ല. അത് ആക്സ് എന്ന് പറഞ്ഞ ഒരു സംഘടന രാപ്പകൽ സമരം 100-ാം ദിവസത്തിന് വേണ്ടി പ്ലാൻ ചെയ്തതാണ്. ഞങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഒരു ബിഷപ്പാണ് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുന്നതെന്നായിരുന്നു. പത്രങ്ങളിലും ആ വാർത്ത തന്നെയാണ്. ആ ദിവസങ്ങളിലെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ അന്ന് രാവിലെയാണ്, അന്ന് ഞാൻ സമരമുഖത്തുണ്ടായിരുന്നു, ആ വേദിയിലുണ്ടായിരുന്നു. അന്ന് രാവിലെയാണ് ഇത് സമരം ഉദ്ഘാടനം ചെയ്യുന്നത് PV അൻവറാണ്, XMLA ആണെന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് ഞാനടക്കമുള്ള മുനമ്പം നിവാസികളെ അല്ലെങ്കിൽ ആ സമരത്തിൻ്റെ പിറകിൽ നിൽക്കുന്ന പലരെയും സാറിനെ പോലെ തന്നെ എന്നെയും അവരെല്ലാം ആശങ്കപ്പെടുത്തിയ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞങ്ങളവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞു ഇതൊരു മനുഷ്യത്വപരമായ പ്രശ്നമാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതേ ഒരു ലൈനിലാണ് അദ്ദേഹത്തിൻ്റെ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ തീർക്കുമെന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായാലും പറഞ്ഞിട്ടില്ല, ഇദ്ദേഹവും പറഞ്ഞിട്ടില്ല. അത് സാറിന് എന്നേക്കാൾ വ്യക്തമായിട്ട് അറിയാമല്ലോ. 1995 വഖഫ് ആക്ട് പ്രകാരം ഇതെങ്ങനെ 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് ഇവർക്ക് ഒരു ഫോർമുല ഇവരിതുവരെ മുമ്പോട്ട് വെച്ചിട്ടില്ല. ഇപ്പം ഞാൻ അൻവറിനെ കാണുന്നത് കേരളത്തിലെ ഇടത് വലത് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാർ പറഞ്ഞ അതേ ഒരു വാസ്തവം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ വരുന്നു, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു പ്രസ്താവന നടത്തുന്നു. അദ്ദേഹം പറഞ്ഞത് എല്ലാ മുസ്ലിം സംഘടനകളും ഇത് അവിടെ ഒന്ന് കുടിയൊഴിപ്പിക്കരുന്നതാണ്. അതൊരു മോഹന വാഗ്ദാനമാണ്. ഇപ്പം ഞാൻ അവിടെ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അന്ന് ഫാറൂഖ് കോളേജ് കുടിയൊഴിപ്പിക്കാൻ വന്നിട്ട് അന്ന് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ യാതൊരു അവകാശമില്ലെന്നും കൂടി ഓർക്കണം. കേസുകൾ നടക്കുന്നു, ഞങ്ങൾക്ക് ടൈറ്റിൽ കിട്ടിയിട്ടില്ല. ആർക്കാണെന്ന് ടൈറ്റിൽ കോടതി പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഹൈക്കോടതിയുടെ വിധിപ്രകാരമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അന്ന് കൂലിപ്പെട്ട ആളായിട്ട് വന്നിട്ട് നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ഇവരുടെ സഹായം. അതിന് മുനമ്പംകാർക്ക് ഇവരുടെ ആരും സഹായം വേണ്ട, ഒരു രാഷ്ട്രീയക്കാരൻ്റെ സഹായം. ഫറൂഖ് കോളേജിൻ്റെ പേര് പറഞ്ഞല്ലോ. ഈ ഫറൂഖ് കോളേജ് സാധാരണഗതിയിൽ ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് രേഖയിലുണ്ടെങ്കിൽ മറ്റേ കോളേജിന് ഇത് വിൽക്കാൻ കഴിയില്ലായിരുന്നു. അതെ, അങ്ങനെയാണെങ്കിൽ ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കുമല്ലോ അത് അവർ വിറ്റിരിക്കുന്നതും അവിടെയുള്ള ആളുകൾ ഇത് വാങ്ങിച്ചിട്ടുള്ളതും. അതെ, മുസ്ലിം ലീഗും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോളേജാണ് ഇത്. ഈ മുസ്ലിം ലീഗിൻ്റെ കുറേ നേതാക്കന്മാർ ഇവിടെ വന്നിട്ട് മെത്രാന്മാരെയൊക്കെ കണ്ടിരുന്നു, ആർച്ച് ബിഷപ്പിനെയൊക്കെ കണ്ടു പോയതാണ്. അത് കഴിഞ്ഞപ്പോൾ ഇത് പെട്ടെന്ന് എന്തോ പരിഹാരം ഉണ്ടാകും എന്നുള്ളൊരു തോന്നലും ഉണ്ടായിരുന്നു. ഈ മുസ്ലിം ലീഗിൻ്റെ ഇതിലെ ഈ മൊത്തം ഈ മുനമ്പം പ്രക്ഷോഭത്തിലെ നിലപാടിനെ പറ്റി എന്താണ് റോയ് കാണുന്നത്? എങ്ങനെയാണ്? ഞങ്ങളവിടെ ഇതിനെക്കുറിച്ച് പല വിധത്തിൽ ചർച്ചകൾ നടത്തിയതാണ്. അവിടെ മുസ്ലിം ലീഗ് അരമനയിൽ വന്ന് സംസാരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്താണ് സംസാരിച്ചതെന്നുള്ളത് അന്ന് പുറത്തിറങ്ങിയ വാർത്തകളിൽ വളരെ കാര്യമായിട്ട് രമ്യമായിട്ട് പരിഹരിക്കണമെന്നാണ്. എങ്ങനെയാണ് ഈ രമ്യമായിട്ട് പരിഹരിക്കണമെന്ന് ഇതാണ്. ഒരു മുസ്ലിം സംഘടനയും ഇത് വഖഫ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അൻവറിൻ്റെ വാദവും അതിനോട് ഒപ്പം ചേർത്ത് വായിക്കണം. അൻവർ അന്ന് പറഞ്ഞത് എല്ലാ മുസ്ലിം സംഘടനകളും വഖഫ് ആണെന്ന് പറഞ്ഞ മുസ്ലിം നേതാക്കളൊക്കെ ഉണ്ട്. E.T. മുഹമ്മദ് ബഷീർ, ലീഗ്, KM ഷാജി ആണെന്ന് അവർ പറയുന്നത്. വഖഫ് അല്ല എന്ന് ഇവർ പറയുന്നില്ല. അന്ന് പറയില്ല അവര്. അത് പറയുന്നില്ല. അത് ഷാജിയുടെ പ്രസ്താവനയെ കണ്ട് സംസാരിക്കുന്ന കേട്ടാൽ ഇത് വഖഫ് ആണ് കേട്ടോ, പക്ഷെ നിങ്ങളവിടെ താമസിച്ചോ എന്ന് പറയുന്ന മട്ടിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതാണ്. അതായത് തുറന്ന ജയിലിൽ നമ്മളിപ്പോൾ ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ ദിനം ഇതിൻ്റെ പ്രധാന എന്താണെങ്കിൽ കഴിഞ്ഞ ജനുവരി 22 മുമ്പ് 3 വർഷം ഈ തുറന്ന ജയിലിൽ കിടക്കുന്നത്. ആ ഒരു ചോദ്യം ഞങ്ങൾ കമ്മീഷൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചാണ്. അന്ന് കമ്മീഷൻ ജനുവരി 4-ാം തീയതി കമ്മീഷൻ അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞാണ് ഇതൊരു കോടതിയും വഖഫ് ആണ് എന്ന് പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്.
അതിനാണ് ഇപ്പോൾ ഇന്നലെയും മിനിയാന്നുമായി കോടതികളിൽ വന്ന വാർത്തകളിൽ അദ്ദേഹം ബയസ്ഡ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ കേസ് പോയിരിക്കുന്നത്. പിന്നെ അന്ന് കമ്മീഷൻ നിശ്ചയിച്ചപ്പോൾ തന്നെ ഞാനടക്കമുള്ള കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു. അന്ന് കമ്മീഷനെതിരെ കൂടുതൽ മുദ്രാവാക്യം വിളിക്കുകയും പന്തം കൊളുത്തുകയും ചെയ്തതിൽ ഒരു വ്യക്തി ഞാനാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ചെയ്തതാണ്. അന്നൊരു ഇതുണ്ടായിരുന്നു, എല്ലാവരും കൂടി ഈ സമരം നിർത്താനാണ് ആഗ്രഹിച്ചിരുന്നത്. അന്ന് സമരം നിർത്തിയിരുന്നെങ്കിൽ മോനമ്പങ്കാർ ഈ കേരള ജനതയോട് ചെയ്യുന്ന വലിയ അപരാധമായിട്ട് തോന്നും. എന്നുണ്ടെങ്കിൽ നീതിബോധമുള്ള ഏതൊരു മനുഷ്യനും ഈ മുനമ്പത്തെ സമരത്തിനോട് യോജിക്കും. നീതിബോധം മാത്രമല്ല, ഇന്ത്യയിലെ നിയമവ്യവസ്ഥയോട് ബോധ്യമുള്ള, അതിനെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും മുനമ്പത്തുകാരുടെ ഒപ്പം നിൽക്കും. എന്താണെങ്കിൽ ഇത് നമ്മൾ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരു ഹൈക്കോടതി വിധിയുടെ, അതും ഡിവിഷൻ ബെഞ്ചിൻ്റെയാണെന്ന് ഓർക്കണം, അടിസ്ഥാനത്തിൽ വാങ്ങിയ ഭൂമിയെക്കുറിച്ചാണ് ഇവർ അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത് വിരൽ ചൂണ്ടുന്നത്, ഞങ്ങൾ ഇന്നൊരു എഴുത്ത് കേരളത്തിലെ എല്ലാ പാർലമെൻറ്റ് അംഗങ്ങൾക്കും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കും അയക്കുന്നുണ്ട്. അത് ഇന്ന് അതിൻ്റെ ഒരു പ്രത്യേകത അവിടെയുണ്ട്. സൂര്യ ക്ലബ്ബ് അടക്കമുള്ള ചുണക്കുട്ടികളാണ് അത് ചെയ്യുന്നത്. നമ്മൾ ഈ നേതാക്കളെയൊക്കെ കുറച്ചും കൂടിയൊക്കെ നിയമം പഠിപ്പിക്കേണ്ടി വരും. അത് പറയേണ്ടത് എന്നാണെങ്കിൽ ഇതിൻ്റെ ഒരു നിസാർ കമ്മീഷനെ കുറിച്ച് സാറ് കേട്ടിട്ടുണ്ടാവും. 1995 നിയമം അനുസരിച്ച് സെക്ഷൻ 40 അനുസരിച്ച് വേണമെങ്കിൽ വഖഫ് ബോർഡിനെ ഞങ്ങൾ നേരിട്ടെടുക്കായിരുന്നു. ഇവർക്കത് ചെയ്യാതെ ഇവർ ചെയ്ത ഒരു വളഞ്ഞ വഴിയുണ്ട്. എന്നിട്ട് ഇപ്പോൾ അതിനെ പൊക്കി പിടിച്ച് നടക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് അറിയാം, അവിടെ ഡിജിറ്റൽ സർവേ വേണം. അതിൻ്റെ കാരണം എന്താണെന്ന് സാറിന് മനസ്സിലായി. നിസാർ കമ്മീഷൻ അവിടെ വന്നിട്ട് അദ്ദേഹത്തിന് പിന്നീടുള്ള പ്രസ്ഥാനങ്ങളെ ഞാൻ പിന്നീട് പറയാം. അവിടെ വന്നിട്ട് ഇദ്ദേഹം അവിടെ വന്നു പറഞ്ഞിട്ടില്ല. അവിടെ എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് അറിഞ്ഞിട്ടില്ല. അന്നേരം അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അവിടെ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഈ നാട്ടിൽ ആർക്കും അറിയില്ല. എന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ്. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്ന അദ്ദേഹം ഒരു വഴിമരുന്നിട്ട് കൊടുത്തിട്ടുള്ളൂ. വഖഫ് ആക്ട് തന്നെയാണ് ഇതിനകത്ത് വില്ലൻ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ PV അൻവറോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ രമേശ് ചെന്നിത്തലയോ അവിടെ വരുന്ന ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ നേതാക്കൾക്ക് പറ്റുന്നില്ല. കാരണം അതാണ്, അവരെ സംഘടിത വോട്ട് വാങ്ങാണ്. നീതിയല്ല ഇവിടെ വേണ്ടത്, വോട്ടാണ്. MP-മാർക്ക് കത്തെഴുതെന്ന് പറഞ്ഞല്ലോ. അതെ, ആ MP-മാരിൽ ഫ്രാൻസിസ് ജോർജും വരുമല്ലോ. എല്ലാവരും വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് ജോർജ് ഈ വഖഫ് ആക്ടിൻ്റെ കാര്യത്തിൽ മറ്റേ BJP സർക്കാരിനോട് അനുഭാവമുള്ളൊരു നിലപാട് ആദ്യം പറയുകയും പക്ഷെ പിന്നീട് അത് അദ്ദേഹം തിരുത്തുകയും ചെയ്തു. അത് ശ്രദ്ധിച്ചിരുന്നില്ലേ? അത് ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. എന്നുണ്ടെങ്കിൽ അവിടെ വന്ന എല്ലാ രാഷ്ട്രീയക്കാരും തന്നെയല്ലേ ചെയ്യുന്നത്. അവിടെ വന്ന് അവിടെ ഇരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ അവരുടെ ഒരു കയ്യടി കിട്ടണം. എന്തായാലും അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 3 വർഷം അവിടെ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കയ്യടി കിട്ടണം. ഇവർക്ക് ഈ കയ്യടി മാത്രമാണ് നോട്ടം. അത് കഴിഞ്ഞ് ഇവരുടെ അധികാരത്തിലോട്ട്. ഇപ്പോൾ എന്തായാലും പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, അത് കഴിഞ്ഞ് നിയമസഭ ഇലക്ഷൻ വരുന്നു. ഇവിടെ ഇടത് വലത് രാഷ്ട്രീയക്കാരുടെ ആകെയുള്ള ലക്ഷ്യം എങ്ങനെയെങ്കിലും മുനമ്പത്തിൻ്റെ ആ ഒരു ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പരിക്കുണ്ടല്ലോ അതൊന്ന് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി അവിടെ വന്ന് എന്തെങ്കിലും പറയും. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ വളരെ ജാഗരൂകരാണ്. ഈ ഫ്രാൻസിസ് ജോർജ് വരുമ്പോൾ അവിടെ ഒരു മാധ്യമങ്ങളുമില്ല. പക്ഷേ അവിടെയുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് അത് വീഡിയോ പിടിച്ചിരുന്നു. അതാണ് പുറത്തു വന്നത്. അത് പുറത്തു വന്നു, അതാണ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ഇലക്ഷന് എൻ്റെ സ്ഥാനം പോകുന്നു എന്ന് കേൾപ്പോൾ പതിവ് പോലെ മറ്റു രാഷ്ട്രീയക്കാർ ചെയ്തതുപോലെ അതേ ഒരു കാര്യം ഫ്രാൻസിസ് ജോർജ് ചെയ്തു എന്നുള്ളൂ. അതിനകത്ത് എനിക്ക് യാതൊരു അത്ഭുതം തോന്നുന്നില്ല. അവിടെയുള്ള ആർക്കും അതിനെക്കുറിച്ച് അത്ഭുതപ്പെടാനുള്ള ഒരു വകുപ്പില്ല എന്നാണ് പറഞ്ഞത്. അവിടെ വരുന്ന എല്ലാ രാഷ്ട്രീയക്കാരും സമ്മേളനങ്ങളും അവിടെയുള്ള ജനങ്ങൾ തന്നെയാണ് അത് വിലയിരുത്തുന്നത്. ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് അധികം പരിവാരങ്ങളായിട്ട് വന്ന് പോയ അന്ന് വൈകുന്നേരം അവിടെയുള്ള സാധാരണ ജനങ്ങൾ കൊടുത്ത അഭിമുഖമുണ്ട് ചില മാധ്യമങ്ങൾക്ക്. അത് തന്നെ സംഭവിച്ചത്. അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ക്രിസ്മസിന് മുമ്പ് പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ക്രിസ്മസ് ആഘോഷിക്കാൻ ഞങ്ങളൊപ്പം വന്നിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ അല്ല ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല. അവിടെ വന്ന് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷം വളരെ ഭംഗിപൂർവ്വം കണ്ടു. ഒരു വാക്കുപോലും ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങളതൊന്നും സമ്മതിച്ചില്ല. അത് ഞങ്ങൾ വളരെ കൃത്യമായിരുന്നു. ക്രിസ്മസിന് അന്ന് അവിടെ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലോട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും രാഷ്ട്രീയക്കാരെ ചില കാര്യങ്ങൾക്ക് നമുക്ക് അധികാരം അവരുടെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് ചിലതെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തെളിവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. 10 മിനിറ്റ് ഫോർമൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനൊപ്പം വന്നവരും അല്ലാതെ വന്നവരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷമാണെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇത് പറയുന്നത്. അവിടെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കും ആ അന്നത്തെ പ്രസംഗം. അതായത് സംസ്ഥാന നിയമമന്ത്രി P. രാജുവിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്ന 2 വാചകങ്ങൾ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയാണ്. മന്ത്രിമാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം മാത്രമേ പ്രവർത്തിക്കാനാവുള്ളൂ. ഇപ്പം നമ്മളുടെ ഇവിടുത്തെ സംസാര വിഷയം നിയമവും ചട്ടവും വഖഫ് ആക്റ്റാണ്. അപ്പം അദ്ദേഹവും സമ്മതിക്കുകയാണ് ഈ വഖഫ് ആക്ട് ശരിയല്ല. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ അമെൻഡ്മെൻ്റ് ആയിട്ട് വരുന്ന ആ വഖഫ് ആക്ട് ഉണ്ടല്ലോ, അതിന് ബദലായിട്ട് ഇവരുടെ കയ്യിൽ എന്തുണ്ട്? ഇവർ
ഈ JPC കൂടുമ്പോൾ മറ്റുള്ളവരെ കൈ അടിക്കലും ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കലും അല്ല ഇവരുടെ പരിപാടിയുള്ളൂ. ഇല്ല, കഴിഞ്ഞ ദിവസത്തെ ഈ JPC മീറ്റിങ്ങിന് വേണ്ടി വന്ന ആളുകൾ ഈ കശ്മീരിൽ നിന്നുള്ള മിർവായിസ് ഉമർ ഫറൂഖിന് ഹാജരാകണം, അയാൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ കേൾക്കണം. പൊതുവെ ഇന്ത്യ മുന്നണിയുടെ ഒരു നിലപാട് അങ്ങനെയായിരുന്നു. കശ്മീരിൽ നിന്നുള്ള തീവ്രവാദികൾ പറയുന്നതും കൂടി JPC അംഗീകരിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളതായിരുന്നു. അതും ശ്രദ്ധിച്ചില്ലേ? എന്നിട്ട് 10 അതിൻ്റെ അകത്തുണ്ടായിരുന്ന അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തല്ലോ അന്നത്തേക്ക്. അതിൽ ഞങ്ങൾ മുനമ്പം സമരത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറയാം. ഈ നേരത്തെ പാർലമെൻറ്റിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ കേരളത്തിലുള്ള MP-മാരാണ് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ, അതായത് അമെൻമെൻറ്റിനെതിരെ നിന്നിരുന്നത്. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ MP-മാർ വളരെ സൈലൻ്റാണ് ഈ കാര്യത്തിൽ. അത് ഞാൻ പറയുന്നത് മുനമ്പം ജനതയുടെ വിജയമാണ്. എന്താണെന്നെങ്കിൽ ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട്, കേരളം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമാണ്, മുനമ്പത്തെ സമരം ജനകീയമായിട്ടുണ്ട്. ഈ കേരളത്തിലെ ഇന്ത്യയിലെ ജനാധിപത്യത്തെ, മതേതരത്തെ റോയി ഇപ്പോൾ അത് മുനമ്പൻ ജനതയുടെ വിജയമാണെന്ന് പറയുമ്പോൾ അവർ പക്ഷേ ഈ ബജറ്റ് സമ്മേളനത്തിൽ ഇപ്പോൾ ഇത് വരുമല്ലോ, അതെ, ഈ ഭേദഗതി, അതെ, അത് BJP സർക്കാർ അതിൻ്റെ അകത്ത് കർശന നിലപാടുണ്ട്. അതെ, ആ സമയത്ത് ഈ പറഞ്ഞ ആളുകൾ എന്ത് നിലപാടെടുക്കും എന്നാണ് ഈ ഇപ്പം മൗനം പാലിച്ചവർ? അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ ഇന്നത്തെ ദിവസം ഈ ലെറ്റർ ഇവർക്ക് എഴുതുന്നത്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് വഖഫ് ആക്ട് 1995, എങ്ങനെയാണ് അത് മുനമ്പം അടക്കമുള്ള ജനതകളെ, ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂറ് ഈ രാജ്യത്തോടുണ്ടെങ്കിൽ, ഇതൊരു ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, മതാധിപത്യത്തിലേക്ക് പോകരുതെങ്കിൽ ഇതിൽ നിങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾക്കൊപ്പമായിരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. ആ കത്ത് ഈ ഫ്രാൻസിസ് ജോർജ് അഭിപ്രായം പറയുന്നതിന് മുമ്പ് കൊടുത്തോ? ഇല്ല, ഇന്നാണ് റിപ്പബ്ലിക് ദിനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ പ്രോഗ്രാം വൈകുന്നേരം 4:30 ഈ കത്തുമായിട്ട് ഞങ്ങളുടെ പള്ളിപ്പുറം പോസ്റ്റ് ഓഫീസിലേക്ക് ഞങ്ങൾ ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നു, അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നു. ഇന്ന് ആ പെട്ടിയിൽ വിടാവുന്ന ലെറ്റേഴ്സ് എല്ലാം അതിനകത്ത് ഇടും, ബാക്കിയുള്ള ലെറ്റേഴ്സ് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ വിടും. അതിൻ്റെ പ്രാധാന്യം ഇതാണ്. ഇവരെ ഒന്ന് ഭരണഘടനയെന്ന് പറയും, ഭരണഘടന കൊണ്ട് വെറുതെ പിടിച്ചിരുന്നാൽ പോരല്ലോ, ഇതെപ്പോഴെങ്കിലും തുറക്കണം, ഇത് വായിച്ചു നോക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ പലപ്പോഴും പറയുന്ന കാര്യമുണ്ട്, 1995 വഖഫ് ആക്ട് ഭരണഘടന വിരുദ്ധമല്ലെങ്കിൽ ഞങ്ങളോട് ഒരു സംവദിക്കാൻ വരട്ടെ, ആരും വരുന്നില്ല. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആധാരങ്ങളുണ്ടല്ലോ, അതിൽ പുതിയ കണ്ടെത്തലുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാൻലി ദേവൻ സാർ അടക്കമുള്ള ജോഷി മയ്യാറ്റിലച്ചനെ പോലുള്ള ഒത്തിരി ആളുകൾ പുതിയ കണ്ടെത്തലുകൾ 1950 പുറകിലോട്ട് പോകുമ്പോൾ 1902 ഡീഡ് മുതലാണ് നമ്മളിപ്പോൾ കേട്ടിരുന്നത്. 1946 48 ഡീഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലും ഇതിന് അവകാശമില്ല, സിദ്ദിഖ് സേഠിനെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അക്കാഡമിക് തലത്തിൽ ചർച്ച ചെയ്യാൻ ഈ കേരള സമൂഹം റെഡിയല്ല, ഈ വഖഫ് സംരക്ഷണക്കാർ റെഡിയല്ല, മാധ്യമങ്ങളും അതിന് റെഡിയല്ല എന്നുള്ളതാണ്. ഇനി 1901 ഡീഡ് പറയുന്നുണ്ട്, അത് പുഴ പുറമ്പോക്കാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വളരെ ലീഡിംഗ് ആയിട്ട് വന്ന വാർത്തയാണ്. ഇനി മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, സാമൂഹിക നിരീക്ഷകർന്ന്. അവരുടെ പുതിയ കണ്ടെത്തൽ എന്താണെന്നറിയോ? ഞങ്ങളുടെ ആ പ്രദേശം ശരിയാണ്, അവിടെ ഭൂരിഭാഗം താമസിക്കുന്നത് ലത്തീൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ്, കുറച്ച് സിറിയൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ട്, ധീവരന്മാരുണ്ട്, SNDP വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, കുടുംബികളുണ്ട്. ഞങ്ങളൊന്നും ഈ വാക്കുകളൊന്നും പണ്ട് അവിടെ പറയില്ലായിരുന്നു. ഈ സമരം വന്നു കഴിഞ്ഞപ്പോൾ ഈ പുറത്തു നിന്നുള്ള ഈ ആളുകൾ പറഞ്ഞു, പ്രത്യേകിച്ച് വഖഫ് മന്ത്രി അടക്കമുള്ള ആൾക്കാർ ഇത് വർഗീയതയാണെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ പോലും ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇവരിപ്പോൾ പറയുന്നത് അവിടെ വന്നിരിക്കുന്ന ആളുകൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടാണ്. അതുപോലെ ഇവാഞ്ചലൈസേഷൻ ആണെന്നാണ് ഇന്നലെ ഒരു സാമൂഹിക നിരീക്ഷകനായ ഒരു തൊപ്പി വെച്ച് പല വേദികളിലും വഖഫിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു അദ്ദേഹത്തിന് അതിന് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ പോലും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് അദ്ദേഹത്തിനോട് കുറേ ചോദ്യങ്ങളുണ്ട്. ചെല്ലാനത്ത് മുസ്ലിങ്ങളില്ല, അവിടെയും ഈ വാംസി വെബ്സൈറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ മറ്റ് മതസ്ഥർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കടന്നു കയറാനുള്ള ശ്രമമാണോ ഇവരുടേത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് വടക്കൻ ജില്ലകളിലെ ചില കാര്യങ്ങൾ അവിടെ എന്തുകൊണ്ട് ചില വിഭാഗങ്ങൾ മാത്രം വന്നു എന്നുള്ള ചോദ്യത്തിലോട്ട് പോകണം. പിന്നെ ഇന്നലെ ചർച്ചയിൽ വന്ന വേറൊരു ഇത് എന്താണെന്നുണ്ടെങ്കിൽ അവിടെ നേരത്തെ പള്ളി ഉണ്ടായിരുന്നില്ല, ഇത്രയും ജനങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ ധാരണ എന്താണ്? മറ്റുള്ള വിഭാഗങ്ങളെല്ലാം സ്റ്റാറ്റിക്കായിട്ട് നിൽക്കണം, ഞങ്ങൾ മാത്രം വളരണം. പള്ളി ഉണ്ടായിരുന്ന അവിടെ, അത് ഓലക്കുടിലായിരുന്നു. നമ്മളുടെ വീടൊക്കെ പണ്ട് ഓലക്കുടിലായിരുന്നല്ലോ. ഈ അവസാനമായിട്ടൊരു ചോദ്യം, ഈ പ്രശ്നത്തിൽ സഭ നിങ്ങളുടെ കൂടെയാണോ മുസ്ലിം ലീഗിൻ്റെ കൂടെയാണോ? എനിക്ക് വ്യക്തിപരമായിട്ട് സഭയോട് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് എനിക്ക് എതിർപ്പുണ്ട്. പക്ഷേ ഞാൻ പ്രതിദാനം ചെയ്യുന്ന സാധാരണ കുറേ മനുഷ്യരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ സഭയെക്കുറിച്ച് ഒരു മോശം പറയുന്നില്ല. സഭയുടെ ഒരു ബാലൻസിങ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ചില സമയങ്ങളിൽ മുനമ്പൻ ജനതയ്ക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം
എന്താണെന്നുണ്ടെങ്കിൽ ഇത് അനുഭവിക്കുന്ന ജനതയ്ക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഒരു ലോണിന് വേണ്ടി ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ള സ്വത്ത് എന്ന് പറഞ്ഞാൽ ആ ഭൂമിയാണ്. അവിടെ ഉള്ളവരാരും വലിയ ബിസിനസ്സുകാരല്ല, ഹൈ സാലറി മേടിക്കുന്നവരല്ല, ITR സമർപ്പിക്കുന്നവരല്ല. ഒരു ലോണിന് വേണ്ടി നമ്മൾ ചെന്ന് സമർപ്പിക്കുന്ന സമയത്ത് ചോദിക്കുന്ന രേഖകൾ ഇതൊക്കെയാണ്. അവിടെയുള്ളത് ഈ ഭൂമിയാണ്. ഇത് വെച്ച് കല്യാണം നടത്തണം, വിദ്യാഭ്യാസം നടത്തണം, മരണാനന്തര ചടങ്ങുകൾ നടത്തണം, പ്രസവം നടത്തണം. ആകെയുള്ള ഞങ്ങളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അതിലാണ് ഇവർ പറയുന്നത്. വഖഫിൻ്റെ ചെയർമാനൊക്കെ പഴയ വീഡിയോസ് എടുത്ത് നോക്കുക, ചാപ്പിളയാണെന്ന് പറയുന്നത്. അതായത് മനുഷ്യരുടെ ജീവിതങ്ങളെ ചാപ്പിളയാക്കാനുള്ള ദൈവത്തിൻ്റെ പേരിലുള്ള ഈ നാടകം അവസാനിപ്പിക്കണം. നാടകമാണത്. എന്നുണ്ടെങ്കിൽ ഇവർക്കറിയാം ഇത് ഇനി വിജയിക്കാൻ പോകുന്നില്ല. പക്ഷെ അവരെന്താ ചെയ്യണമെന്നറിയാം, ഇത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പല ഇന്ത്യയിലെ കേരളത്തിലെ അവകാശവാദങ്ങൾക്ക് തിരിച്ചടി നേരിടുമെന്ന് ഇവർക്ക് വളരെ വ്യക്തമായ തെളിവുണ്ട്, അല്ലെങ്കിൽ ബോധ്യമുണ്ട്. അതിൻ്റെ പേരിൽ ഇവിടെ എങ്ങനെയെങ്കിലും, പക്ഷേ അതൊരു മർക്കടമുഷ്ടിയാണ്, ഇവർക്ക് തന്നെ പരാജയം വരും. എന്തായാലും മുനമ്പം സമരം നീതിയുടെ സമരമാണ്. അത് സഹന സമരമായിട്ട് അതിന് മുമ്പോട്ട് പോകും. ഇപ്പം ചില വ്യക്തികൾക്ക് എന്നാലും ഇന്നലെയുള്ള ചർച്ചകളിൽ പറയുന്നത് പള്ളിയുടെ മുമ്പിൽ സമരം നടത്തുന്നതിന്. പള്ളിയുടെ മുമ്പിൽ സമരങ്ങൾ നടത്തിയുള്ളൂ, നമ്മളാരും കൈവെട്ടിയിട്ടില്ല, നമ്മളാരും തല്ലിയിട്ടില്ല. ഇവർ അടക്കം, ഞങ്ങളെ എതിർക്കുന്ന ആൾക്കാരടക്കം അവിടെ വികാരിച്ചൻ്റെ റൂമിൽ വന്നിരുന്ന് ചർച്ച നടത്തി പോകുന്നുണ്ട്. മഹല്ല് കമ്മിറ്റിക്കാർ വന്നു, STPക്കാർ വന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഞങ്ങൾ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചത്, പല മുസ്ലിം സഹോദരങ്ങളും വഖഫ് ആക്ട് കൊണ്ട് പൊറുതിമുട്ടി വഖഫ് ട്രൈബ്യൂണലിൽ നിന്ന് വിധി ശേഖരിച്ച പല മുസ്ലിം സഹോദരങ്ങളും ഞങ്ങൾക്ക് അവിടെ, ഈ അൻവർ വന്ന ദിവസം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഒരു മതത്തിൻ്റെയോ ഒരു വർഗത്തിൻ്റെയോ അല്ല. ഇത് നമ്മൾ പറയുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എതിരെ നിൽക്കുന്ന ഒരു ആക്ട്. വഖഫിന് നമ്മൾ ഒരിക്കലും എതിരല്ല. വഖഫ് ആക്ട് പൊളിച്ചെഴുതേണ്ട കാര്യങ്ങളുണ്ട്. അത് പ്രതീകാത്മകമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് കൂടുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ വഖഫ് ആക്ടിൽ തിരുത്തേണ്ട നിയമങ്ങൾ ഞങ്ങളൊരു പ്രതീകമായിട്ട് ഉണ്ട് കടലിൽ കെട്ടിത്താത്തി എന്നുള്ള സത്യമാണ്. അതൊക്കെ ചിലവർക്ക് ഭയങ്കര രോക്ഷം കൊള്ളുകയാണ്. 3 വർഷമായിട്ട് 610 കുടുംബങ്ങൾ, ഏകദേശം 3000-ഓളം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അവർക്ക് പ്രശ്നമല്ല. എന്തായാലും നമുക്ക് ഈ ബജറ്റ് സമ്മേളനം അതിലെന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. നിങ്ങളുടെ ദുരിതം അകറ്റപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.